ഗാസ മുനമ്പ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് രൂക്ഷ പ്രതികരണമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിവരുന്നത്. എന്നാൽ ഇതിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് അറബ് രാഷ്ട്രങ്ങളും നാറ്റോ സഖ്യവുമൊക്കെ പ്രതികരിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഭീതി പരത്തുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ആയിരക്കണക്കിന് ബോംബുകളും മിസൈലുകളും ഉൾപ്പെടെ $7 ബില്യൺ മൂല്യമുള്ള സൈനിക വിൽപ്പനയ്ക്ക് അമേരിക്കൻ സർക്കാർ അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ബന്ദികളുടെ മോചനവും വെടിനിർത്തൽ കരാറും നിലനിൽക്കുമ്പോഴാണ് അമേരിക്കയുടെ ഏറ്റവും പുതിയ നടപടി. ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പറേഷൻ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം $6.75 ബില്യൺ യുദ്ധോപകരണങ്ങൾ, മാർഗനിർദ്ദേശ കിറ്റുകൾ, മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ എന്നിവ ഇസ്രയേലിന് കൈമാറുമെന്നാണ് അമേരിക്കൻ പ്രതിരോധ കാര്യാലയം അറിയിച്ചിരിക്കുന്നത്. അംഗീകൃത വിൽപ്പന പാക്കേജിന് ഏകദേശം $6.75 ബില്യൺ വില വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിൽ യുദ്ധോപകരണങ്ങൾ, ഗൈഡൻസ് കിറ്റുകൾ, ഫ്യൂസുകൾ എന്നിവയും ഉൾപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ എയറോസ്പേസ് കമ്പനിയും വാണിജ്യ ജെറ്റ് ലൈനറുകളുടെയും പ്രതിരോധ ബഹിരാകാശ സുരക്ഷാ സംവിധാനങ്ങളുടെയും മുൻനിര നിർമ്മാതാവുമായ ബോയിങ് കമ്പനിയും ലോക്ഹീഡ് മാർട്ടിനും ഇതിലെ പ്രധാന കരാറുകാരാണ്. ഇസ്രയേലിനുള്ള രണ്ടാമത്തെ ആയുധ പാക്കേജിൽ 3000 ഹെൽഫെയർ മിസൈലുകളും അനുബന്ധ ഉപകരണങ്ങളും ഉൾപ്പെടുന്നു. ഇവയുടെ ചെലവ് ഏകദേശം $660 മില്യൺ ആണ്. ഈ മിസൈലുകളുടെ വിതരണം 2028 നടക്കുമെന്നാണ് പുറത്തുവന്നിരിക്കുന്ന റിപ്പോർട്ട്. ഇസ്രയേലിന്റെ ആയുധ ശേഖരം ശക്തിപ്പെടുത്താനുള്ള ട്രംപിന്റെ ശ്രമത്തിലെ മറ്റൊരു ചുവടുവയ്പ്പാണ് ഈ വിൽപ്പന. വെടിനിർത്തലിനിടയിലും കിഴക്കൻ ലെബനനിൽ ഇസ്രയേൽ വ്യോമാക്രമണം തുടരുകയാണെന്നാണ് റിപ്പോർട്ട്. ഇതിന് എരിവ് കൂട്ടുന്ന തരത്തിലാണ് ഇപ്പോൾ ട്രംപിന്റെ നിലപാടും വന്നിരിക്കുന്നത്. വ്യോമാക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും റിപ്പോർട്ടുണ്ട്. കിഴക്ക് അബക്ക മേഖലയിലെ ജന്നറ്റ പട്ടണത്തിനടുത്തുള്ള ഷാര പ്രദേശത്തെ ലക്ഷ്യമാക്കി ഫെബ്രുവരി 8 ഒരു ഡ്രോൺ ആക്രമണം നടത്തിയതായി ലെബനന്റെ ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഹിസ്ബുള്ള പ്രവർത്തകരാണെന്ന് അവകാശപ്പെടുന്നവരെയാണ് ലക്ഷ്യമാക്കിയതെന്ന് ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ സൈന്യം ഒരു പ്രസ്താവനയും ഇറക്കി. കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷവും ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളാണെന്ന് അവകാശപ്പെടുന്നവയ്ക്കെതിരെ ഇസ്രായേൽ സൈനിക നടപടി ഇപ്പോഴും തുടരുകയാണ്. ജാനുവരി 26 അവസാനിക്കുന്ന 60 ദിവസത്തെ വെടിനിർത്തൽ നടപ്പാക്കൽ കാലയളവ് കരാർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ലെബനൻ കരാർ പൂർണ്ണമായും നടപ്പാക്കിയിട്ടില്ലെന്നാരോപിച്ച് പിൻവലിക്കുന്നത് വൈകിപ്പിക്കുകയാണ് ഉണ്ടായത്. ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമായി കണക്കാക്കപ്പെടുന്ന കിഴക്കൻ ബെക്ക താഴ്വരയിലും ഇസ്രായേൽ ആക്രമണ പരമ്പര ആരംഭിച്ചിട്ടുണ്ട്. ജനുവരി അവസാനം അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെ തന്നെ ഇസ്രായേലിലേക്ക് 2000 പൗണ്ട് ബോംബുകൾ അയക്കുന്നതിനുള്ള നിയന്ത്രണം ട്രംപ് പിൻവലിച്ചിരുന്നു. തെക്കൻ ഗാസ നഗരമായ റാഫയിൽ നടന്ന ആക്രമണത്തിനിടെ സിവിലിയൻ നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണം മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകൂടം മുൻപ് ഈ കയറ്റുമതി നിർത്തിവച്ചിരുന്നു. കഴിഞ്ഞ മാസം $8 ബില്യൺ ആയുധ ഇടപാടിനെക്കുറിച്ച് ബൈഡൻ കോൺഗ്രസിനെ അനൗപചാരികമായി അറിയിച്ചതായി നിരവധി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. ഹമാസുമായുള്ള സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിന്റെ പ്രതിരോധ ശേഷികൾക്കുള്ള ഒരു പ്രധാന പിന്തുണയായാണ് ഈ നീക്കം കണക്കാക്കപ്പെടുന്നത്. ട്രംപ് ഭരണകൂടം പരമ്പരാഗത ആയുധ അവലോകന പ്രക്രിയയെ മറികടക്കുന്നത് ഇതാദ്യമല്ല. 2019 മനുഷ്യാവകാശ ആശങ്കകളുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ എതിർപ്പുകളെ മറികടന്ന് സൗദി അറേബ്യ, UAE, ജോർദാൻ എന്നിവയ്ക്ക് $8 ബില്യൺ വിലമതിക്കുന്ന ആയുധങ്ങൾ വിൽക്കുന്നത് വേഗത്തിലാക്കാനുള്ള നടപടികൾ എടുത്തിരുന്നു.